സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ DYSPയെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം DYSPയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അന്വേഷിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ DGPയെ കണ്ട് സംസാരിച്ച് അന്വേഷണ ചുമതല വേറെ ആൾക്ക് ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് DYSP പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മാഡം, ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. എത്ര ദിവസം വേണ്ടി വരും എന്ന് ചോദിക്കുമ്പം അതിപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് മാഡം ഞാൻ പറയാം, അധികം വൈകാതെ തന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് നമ്മളുടെ നന്ദനും പ്രഭാവതി അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദൻ ഭയങ്കര പേടിയോടുകൂടി പ്രഭാവതിയെ നോക്കുമ്പം പ്രഭാവതിക്കും എന്ത് പറയണമെന്ന് അറിയില്ല. എന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, മോൾ എന്തിനാ ഇതിലൊക്കെയായിട്ട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ അങ്ങനെ പറയണേ, ഋഷി നമ്മുടെ നന്ദുവിനെ കൂട്ട് തന്നെയല്ലേ, ഋഷിയെ കണ്ടെത്തണ്ടേ, ഇനി അവനെ ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതിന് നമ്മളെന്തിനാ ഇതൊക്കെ അന്വേഷിക്കണേ, അവൻ നമ്മളെ എത്രമാത്രം ദ്രോഹിച്ചതാന്ന് ചോദിക്കുമ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ അങ്ങനെ വൈരാഗ്യം വിചാരിക്കേണ്ട കാര്യമില്ല അമ്മ, എന്തായാലും ഋഷിയെ കണ്ടെത്തട്ടെ, അതിനുശേഷം അവൻ നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്ക തിരിച്ചടി നമുക്ക് കൊടുക്കാം. അത് ഞാൻ അരുന്ധതി മേഡത്തോടും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഋഷിയെ കണ്ടെത്തേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ നന്ദൻ കെവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കെവിനെ ആകെ പ്രശ്നമായിടാ, ദേവികയാണെങ്കിൽ ഈ കേസിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, DYSPയുടെ അന്വേഷണം മോശമാണെങ്കിൽ DGPനെ കണ്ട് വേറെ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണം എന്നാണ് പറയണേ. നമ്മളിനി എന്ത് ചെയ്യൂടാ, ദേവിയോടാണെങ്കിൽ സത്യം പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ പ്രഭയാൻ്റി എന്താ പറയണതെന്ന് ചോദിക്കുമ്പം അമ്മ മാക്സിമം എതിർക്കുന്നുണ്ട്, പക്ഷേ അച്ഛനും ദേവിയും ഒരേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക, വേറെ ആരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്. സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ വലിയ തലവേദനയായല്ലോ, ഒരു പ്രശ്നം ഒതുക്കിയപ്പം നിൻ്റെ ഭാര്യയായിട്ട് തന്നെ അടുത്ത പ്രശ്നം ഉണ്ടാക്കുവാണോ, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ, എന്തായാലും ഞാൻ ബെല്ലയായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന്. നീ ഇപ്പോൾ തൽക്കാലം ഫോൺ വയ്ക്കുന്നു പറഞ്ഞ് കെവിൻ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് നന്ദനാണെങ്കിൽ പ്രഭാവതിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ദേവി ഇനി വേറെ ആരെങ്കിലും കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജയിലിൽ പോകും, അതിനു മുമ്പ് ദേവിയോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയട്ടെ അമ്മേന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, വേണ്ട മോനെ, മോളത് കേട്ടാൽ മോൾക്കത് സഹിക്കാൻ പറ്റില്ല, എന്തായാലും കാര്യങ്ങൾ എത്രത്തോളം രൂക്ഷമാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അതിനുശേഷം കേസ് വീണ്ടും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തോളാം, ഋഷിയെ കൊന്നത് ഞാനാന്ന് ഏറ്റ് ജയിലിൽ പോയിക്കോളാം, മോന് അതോർത്ത് ടെൻഷനാവുമെന്നും വേണ്ടാന്ന്. ആ സമയത്ത് നന്ദനാണെങ്കിൽ ആകെ സങ്കടമായിട്ടിരുന്ന് കരയുന്നുണ്ട്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, നീ എന്തിനാ കരയണേ, ഞാൻ പറഞ്ഞില്ലേ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മയില്ലേ നിൻ്റെ കൂടെ, പിന്നെ എന്തിനാ നീ പേടിക്കണേന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെ രജനീനെയാണ്. രജനിയാണെങ്കിൽ ഗിരീഷിനോട് പറയുന്നുണ്ട്, ആ ഋഷിയെ കാണാണ്ട ഇതിൻ്റെ കേസ് അന്വേഷണമൊന്നും എങ്ങും എത്തിയില്ല എന്ന് പറയണ കേട്ടല്ലോ, കഴിഞ്ഞ ദിവസം അരുന്ധതി മേഡം വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അത്രേ, ദേവികയെ നേരിട്ട് കണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ. എന്നിട്ട് ദേവിക എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തി കൊടുക്കാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്, അവനെ കണ്ടെത്താൻ നടക്കണേ എന്തിനാ, എൻ്റെ അമ്മേനെ എന്തോരം ദ്രോഹിച്ചവനാ അവൻ പല പ്രാവശ്യം അമ്മയെ കൊല്ലാൻ നോക്കി, അതുമാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൽ വെച്ച് അമ്മയെ പരസ്യമായി അപമാനിക്കുകയും ചെയ്തു, അങ്ങനെയുള്ള ഒരുത്തനെ കാണാണ്ടായി എന്നും പറഞ്ഞ് ഇവൾക്ക് എന്താ ഇത്ര വിഷമം. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, അത് ദേവികയുടെ വ്യക്തിപരമായിട്ടുള്ള വിഷമമല്ല രജനി, ദേവിക ഇപ്പോൾ ഒരു MLA അല്ലേ, MLA ആകുമ്പോൾ ആ മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ദേവിക ഇടപെടണം, ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്താൽ അതിന് വേണ്ട നടപടികളും സ്വീകരിക്കണം, അത് ദേവികയുടെ ഉത്തരവാദിത്തം, അതിന് നീ ഇങ്ങനെ പറയണേ എന്തിനാ രജനി എന്ന് ചോദിക്കുമ്പോൾ, അവളിപ്പോൾ വലിയൊരു MLA വന്നേക്കണേ, നിങ്ങൾക്ക് എപ്പോഴും അവളെ വാഴ്ത്തി പാടാനല്ലേ നേരമുള്ളൂ, ഇനി എൻ്റെ അടുത്ത് ഇങ്ങനെ ദേവികയെ വാഴ്ത്തി പാടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ ഗിരി എന്നും പറഞ്ഞുകൊണ്ട് രജനി അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഗിരിയുടെ അമ്മയോട് പറയുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെയായി പോയ, പണ്ട് ഇവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗിരിയുടെ അമ്മയും പറയുന്നുണ്ട്, മോളുടെ സ്വഭാവം ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി ഗിരി, നീ അവളെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും നിൽക്കണ്ട, നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട്, അമ്മ നേരത്തെ എന്താ ഋഷിയുടെ കേസ് എന്നോട് അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ വലിയ തലവേദനയാവും മോളെ, എന്തായാലും നമുക്ക് നേരെയല്ലേ അമ്മ സംശയം വന്നേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, സംശയം മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ നമ്മളെ കുറ്റവാളികളാണെന്നും പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ മോൾ ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് തന്നെ എൻ്റെ തീരുമാനം. ആ സമയത്ത് ഇത് കേട്ടോണ്ട് സിദ്ധാർത്ഥൻ
അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ പ്രഭ ഇങ്ങനെ പറയണേ? മോൾ MLA അല്ലേ, ഇതെല്ലാം MLAയുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യം, അതുകൊണ്ട് തന്നെ മോളത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്ത? സിദ്ധുവിനും മനസ്സിലാവണില്ല, ദേവികയ്ക്കും മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പുറകെ പോകണ്ട, അത് പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര അർജൻറ്റായിട്ട് കണ്ടുപിടിക്കാൻ നടക്കണേന്ന്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ദേ നന്ദൻ വന്നല്ലോ, നന്ദനെ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരനല്ലേ ഋഷി, അപ്പോൾ അവനെ കണ്ടെത്തി കൊടുക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമല്ലേ? ഇനിയിപ്പോൾ അവനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിലോ എന്ന്. അത് കേട്ടത് നമ്മുടെ നന്ദനാണെങ്കിൽ ഭയത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അവനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിൽ അപായപ്പെടുത്തട്ടെ, അവനൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ അർഹതയുള്ളവനല്ല, അവനെ ആരെങ്കിലും കൊന്നെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ പിന്നാലെ നിങ്ങൾ രണ്ടുപേരും പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. ഈ സമയത്ത് ദേവികയും സിദ്ധാർത്ഥനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. നന്ദനാണെങ്കിൽ ഇവരുടെ ഈ സംസാരം കേട്ടതും വിഷമത്തോടു കൂടി മേളിലോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിൻ ഇസബെല്ലയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഇസബെല്ല ഫോൺ എടുത്തതും, എന്താടാ കെവിന്, പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ല ബെല്ല, കുറച്ച് പ്രശ്നമുണ്ട്. ദേവിക ഇടപെട്ട് നിൻ്റെ പാപ്പനെ അന്വേഷണത്തിൽ നിന്നും മാറ്റാൻ പോവുക, വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുമെന്നാണ് തോന്നണേന്ന്. ആ സമയത്ത് ബെല്ല പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, എന്തായാലും എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ഞാൻ വരാടാ, നീ എവിടെ ഉണ്ടാവണേന്ന് ചോദിക്കുമ്പം ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം, നീ എത്രയും പെട്ടെന്ന് വാന്ന് പറയണം. അങ്ങനെ കെവിനാണെങ്കിൽ ബെല്ലയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ബെല്ലയെ കണ്ടതും ബെല്ല ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് കെവിനെ കാണിക്കണത്? ഒരു പ്രകാരം പാപ്പനോട് പറഞ്ഞ് ആ കേസിൽ നിന്നും നന്ദനെ ഞാൻ രക്ഷപ്പെടുത്തിയത്. ഇനി ദേവിക പാപ്പൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, വേറെ ആളെ നിയമിക്കണമെന്നും പറഞ്ഞ് പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അറസ്റ്റിലാവുന്നത് അവളുടെ ഭർത്താവായിരിക്കും. അതെന്താ അവൾ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, അതിന് ദേവികയ്ക്ക് അറിയില്ലല്ലോ ഈ നന്ദനാണ് ഋഷിയെ കൊന്നേക്കണേന്ന്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം, ഇതിപ്പോൾ അന്വേഷണം വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപ്പനും നാണക്കേടായിരിക്കും. ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോണേ? ഞാൻ പറഞ്ഞിട്ടാ പാപ്പൻ ഇങ്ങനെ ഒരു ക്രൈമിന് കൂട്ടി നിന്നത്, അല്ലെങ്കിൽ ഒരിക്കലും പാപ്പൻ ഇതുപോലെ ഒരു അഴിമതിക്ക് കൂട്ടി നിൽക്കാറില്ല. എൻ്റെ ഒരാളുടെ നിർബന്ധമായിരുന്നു. ഇനി ഞാൻ പാപ്പനോട് എന്ത് പറയുന്നു? ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാവല്ല, ഇനിയിപ്പോൾ ദേവികയോട് ഇത് നമ്മൾ നേരിട്ട് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പം അതും ശരിയാവില്ല, ദേവിക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നന്ദൻ്റെ അമ്മയ്ക്ക് അറിയുമെന്നല്ലേ പറഞ്ഞത്, അമ്മയും കൊണ്ട് തന്നെ ദേവികയെ അടുത്ത് സംസാരിപ്പിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പം പ്രഭയാൻറ്റി പല പ്രാവശ്യം ദേവികയോട് പറഞ്ഞു ഈ കേസിൽ ഇടപെടേണ്ട, അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. പക്ഷേ ദേവിക ഈ കേസ് എങ്ങനെയും അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള വാശി തന്നെ നിൽക്കുക. എന്തായാലും ദേവിക അടുത്ത് തന്നെ DGPയെ കണ്ട് പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, അതൊരിക്കലും ഉണ്ടാവരുത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എൻ്റെ പാപ്പൻ ജീവിച്ചിരിക്കുമെന്ന് തന്നെ എനിക്ക് സംശയം. ഇന്ന് വരെ പാപ്പൻ്റെ ജോലിയിൽ പാപ്പൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ്, അതും ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം. ഇനിയിപ്പോൾ ഞാനിതിന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് പ്രഭയാൻറ്റിയെ ചെന്ന് കാണട്ടെ എന്ന്. എന്നാൽ നീ എത്രയും പെട്ടെന്ന് പ്രഭയാൻറ്റിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, വേണമെങ്കിൽ സിദ്ധാർത്ഥ സാറിനോടും കാര്യങ്ങൾ തുറന്ന് പറയാൻ പറയുന്നു. അങ്ങനെ കെവിൻ സമ്മതിച്ച് ബെല്ലയുടെ അടുത്തുനിന്ന് പോരുന്നുണ്ട്. പിന്നീട് നന്ദനെ വിളിച്ചിട്ട് കെവിൻ ചോദിക്കുന്നുണ്ട്, നന്ദ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഞാൻ വീട്ടിലുണ്ട്, എന്തിടാന്ന് ചോദിക്കുമ്പം ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് വരുന്നുണ്ട്, പ്രഭയാൻറ്റി അവിടെ ഇല്ലേന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഉവ്വ അമ്മ ഇവിടെ ഉണ്ട്, നീ ഇപ്പോൾ തന്നെ വരുമെന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ഞാനിപ്പോൾ തന്നെ വരും, എനിക്ക് അത്യാവശ്യമായിട്ട് ആൻറ്റിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. എന്തായാലും ഞാനിവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് പോരേന്നും പറഞ്ഞ് നന്ദൻ ഫോൺ വെച്ചിട്ട് പ്രഭ താഴെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതിയെ കണ്ടതും നന്ദൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മേ ആകെ പ്രശ്നമായല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ദേവി അന്വേഷണം വേറെ ആരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ജയിലിൽ പോകും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? അതുകൊണ്ട് തന്നെ ഞാൻ സത്യങ്ങൾ തുറന്ന് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, വേണ്ട നന്ദ, നീ ഒന്നും പറയാൻ നിൽക്കണ്ട, കാര്യങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് നോക്കാം, എന്തായാലും നിന്നെ ജയിലിലേക്ക് വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കെവിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. വണ്ടിയുടെ സൗണ്ട് കേട്ടതും നന്ദൻ പറയുന്നുണ്ട്, കെവിൻ വന്നു എന്ന് തോന്നണമെന്ന്. അങ്ങനെ നന്ദൻ ചെന്ന് ഡോറ് തുറന്നതും കെവിൻ അകത്തേക്ക് കയറുന്നുണ്ട്. അകത്ത് കയറിയതും കെവിൻ ചോദിക്കുന്നുണ്ട്, പ്രഭയാൻറ്റി ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഉവ്വ അമ്മ ഇവിടെ ഉണ്ട്, കെവിനെ നിന്നെ നോക്കി നിൽക്കുക. അപ്പോൾ ദേവികയൊക്കെയെന്ന് ചോദിക്കുമ്പം ദേവി ഇവിടെ ഇല്ല, ദേവി വെളിയിൽ പോയേക്കാം, എന്തായാലും നീ വാന്നും പറഞ്ഞുകൊണ്ട് ഈ കെവിനെ പ്രഭാവതിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കെവിൻ പ്രഭാവതിയെ കണ്ടതും ആൻറ്റി കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം ഉവ്വ കെവിൻ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവിക ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അന്വേഷണത്തിൻ്റെ പുറകെ നിന്നാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ദേവികയോടും സിദ്ധുവിനോടും പറഞ്ഞു, പക്ഷെ അവരതൊന്നും കേൾക്കണില്ല, ഇതൊക്കെ ഒരു MLAയുടെ കടമയാന്നുള്ള രീതിയിലാണ് നിൽക്കണേ.
ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് അങ്കിളിനോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാലോ ആൻറ്റി? അത് ശരിയാവില്ല കെവിൻ. സിദ്ധു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പെരുമാറുമെന്നോ പ്രതികരിക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പിന്നെ ദേവികയോട് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പം അതും ശരിയാവില്ല. രണ്ടുപേരോട് പറഞ്ഞാലും അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആൻറ്റി എന്ന് ചോദിക്കുമ്പം എനിക്കാണെങ്കിൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല കെവിൻ എന്ന് പറയണു. പിന്നീടാണെങ്കിൽ അരുന്ധതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് CP വന്നിട്ട് അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, മേഡം എന്തായി അന്വേഷണത്തിൽ വലിയ മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇതുവരെ ഒരു മാറ്റമില്ല CP. എന്തായാലും ദേവിക ഒരു സമയം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടും മാറ്റമൊന്നുമില്ലെങ്കിൽ നമ്മൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ പോകും. അതോടുകൂടി ദേവികയിലുള്ള വിശ്വാസവും എൻ്റെ നഷ്ടപ്പെടും. എന്തായാലും ചന്ദ്രോത്തുകാർക്ക് ഇതിലെന്തോ ഒരു പങ്കുണ്ട്. അതാണ് അന്വേഷണം ഇങ്ങനെ ബ്ലോക്കായി നിൽക്കണേന്ന്. അത് കേട്ടതും CPയും പറയുന്നുണ്ട്, മേഡം പറഞ്ഞത് നേരാ മേഡെന്ന്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.